കോട്ടയം ജില്ലാ ജയിലിൽ നിന്നും പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. മധ്യമേഖലാ ജയിൽ ഡിഐജി രാജീവ് ടി.ആർ. ജയിലിലെത്തി പരിശോധന നടത്തി. സൂപ്രണ്ടിനോട് ഡിഐജി റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഗോകുൽ രമേശാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ വിശദീകരിക്കുന്നത്? സ്വാതി, ഇന്നലെ വൈകിട്ടാണ് കോട്ടയം ജില്ലാ ജയിലിൽ നിന്നും പ്രതി ജയിലിൽ ചാടുന്നൊരു സംഭവം ഉണ്ടായത്. ജയിലിൻ്റെ മതിലിന് മുകളിൽ കൂടി കയറി അതിൻ്റെ മുകളിൽ ഈ മുള്ളുവേലികളുണ്ടായിരുന്നു. അതിനിടയിൽ കൂടിയാണ് ഇയാൾ ചാടി രക്ഷപ്പെടുകയുണ്ടായത്. തൊട്ട് തലേ ദിവസം പിടിയിലായിട്ടുള്ള മോഷണക്കേസ് പ്രതിയാണ് ഇത്തരത്തിൽ ജയിൽ ചാടുകയുണ്ടായത്. അസം സ്വദേശിയായിട്ടുള്ള അമിനുൽ ഇസ്ലാം എന്ന് പറയുന്ന ആളാണ്. ഇയാളുടെ CCTV ദൃശ്യങ്ങളടക്കം അതിനുശേഷമുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും ഈ പ്രതിയെ കണ്ടെത്താനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ മധ്യമേഖല ജയിൽ DIG ഇപ്പോൾ കോട്ടയം ജില്ലാ ജയിൽ സന്ദർശിച്ചിരിക്കുന്നത്. അതിനുശേഷം സൂപ്രണ്ടിനോട് ഈ സംഭവത്തിൽ വിശദീകരണം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടൊരു പക്ഷേ നടപടി ഉണ്ടായേക്കാനും ഇപ്പോൾ സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ സംഭവത്തിൽ വലിയ സുരക്ഷാ വീഴ്ച ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് എന്തായാലും ഉദ്യോഗസ്ഥർക്കെതിരായിട്ടൊരു വകുപ്പ് തല നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള സാധ്യതകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടിയിട്ട് ഊർജിതമായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വെച്ച് മോഷണം നടത്തുന്നതിനിടെയാണ് പിടിയിലാവുകയുണ്ടായത്. തുടർന്ന് റിമാൻഡിലായി ജില്ലാ ജയിലിലെത്തി. ഒരു ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വൈകുന്നേരം ഇവരുടെ ഈ ജില്ലാ ജയിലിനുള്ളിലുള്ള ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഇവരെ സെല്ലിന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇയാൾ മറ്റ് അധികൃതരുടെ ശ്രദ്ധയിൽ നിന്ന് മാറി ആ ജയിലിന് പിൻവശത്തെത്തിയിട്ട് അത് വലിയ മതിൽ ചാടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ വളരെ ഊർജിതമായിട്ട് തന്നെ നടക്കുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സ്വാതി. ശരി ഗോകുൽ, കോട്ടയം ജില്ലാ ജയിലിൽ നിന്നും പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ഗോകുൽ രമേശ് നൽകിയത്.